പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും ചുളിവുകളൊക്കെ മാറിയതിനു ശേഷം നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നതിനും നമ്മുടെ ഫേസൊക്കെ നല്ല ചെറുപ്പമായിട്ട് നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന, അതായത് നമ്മുടെ ഒരു ആന്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. അതിന് മഞ്ഞ വേണ്ട, വെള്ളം മാത്രം മതി. നമുക്കിനി വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വെള്ളം മാത്രമായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചെറിയ സ്പൂണിനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സ്പൂണിന് 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സൗണ്ട് ഒന്നും ഒട്ടും ശരിയല്ല, പനിയാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടല്ല പതപ്പിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിൽ വെച്ചാണ് അടിച്ച് പതപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ്. നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നതിലേക്ക് നമുക്ക് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പദം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുട്ടയുടെ വെള്ളയെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നല്ല ഒരു ഗ്ലോ വരുത്തുന്നതിന്, നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റി നമുക്ക് ഒരു ആന്റി ഏജിങ് ആയിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിനും ചുളിവുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാരയോടൊപ്പം തന്നെ ആവുമ്പോൾ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നത്, ഡബിൾ ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും അതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഞാൻ കാണിച്ചിരുന്നു. നന്നായിട്ട് തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ പതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ പത നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ ചെലവൊന്നും ഉള്ളതല്ല. മിക്കവാറും ഒട്ടും ചെലവില്ല എന്നല്ല. മുട്ടയൊക്കെ വാങ്ങിക്കുന്നതിന് ചെലവുണ്ട്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മേടിക്കുന്നതിന് ചെലവുണ്ട്, പഞ്ചസാരയ്ക്ക് ചെലവുണ്ട്. ഒട്ടും ചെലവില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഫേസ് ഒക്കെ നമുക്ക് ചെറുപ്പം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം ഇത് ഇട്ടുകൊണ്ടിരിക്കാനും അങ്ങനെ ഒരുപാട് സമയം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പനിയാണ്, കുറേ ദിവസം കൊണ്ട് പനിയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങളാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് നേരമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം. കാരണം എനിക്ക് ചുമയുണ്ട്, പനിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ നേരം ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് വെക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാക്കാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം.
ആദ്യം തന്നെ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിരിക്കണം. ഞാനിപ്പം നന്നായിട്ട് വാഷ് ചെയ്തതാണ്. എനിക്ക് കൂടിയും ഒന്നുകൂടി ഒന്ന് ഫേസ് എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം. നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. കാരണം നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെങ്കിൽ തുടച്ചെടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഫേസിലൊക്കെ പൊടിയും ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ പൊടിയോ ഒക്കെ ഫേസിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ പാക്കും കൂടി ഇടുമ്പോൾ അത് ചുളിവുകൾ ഉണ്ടാവാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇതില് ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാക്കും ആ പൊടിയും എല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ വീഴുന്നതിനും ഒക്കെ കാരണമാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിന്റെ താഴ്വശത്തെല്ലാം നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ണിന്റെ താഴെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രായം തോന്നിക്കുന്ന രീതിയിൽ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ചുളിവുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ സഹായിക്കും. കാരണം ചുളിവുകൾ ഒട്ടും വരത്തില്ലെന്നല്ല, നമുക്ക് കുറെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ട് നമുക്ക് മുഖത്തൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ 35 വയസ്സിലൊന്നും ചുളിവുകളൊന്നും ഉണ്ടാവത്തില്ല. എപ്പോഴും നന്നായിട്ട് ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വരികയും ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിക്കുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവുകൾ ഉറപ്പായിട്ടും അത് കൊച്ചിലെ തന്നെയും ചിലർക്ക് അങ്ങ് വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും വരാറുണ്ട്. നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വെച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാനിപ്പം ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ, എപ്പോഴും ഉപയോഗിക്കാറില്ല. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വെച്ച് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. യാതൊരു വിധമായ സ്മെല്ലോ ഒന്നും ഇതിനില്ല. മുട്ട ചേർത്തത് കൊണ്ടുണ്ടാവുന്ന സ്മെല്ലുകളും കാര്യങ്ങളും ഒന്നും ഇതിനില്ല. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട്, ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും. ഡ്രൈ ആയ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും മെനക്കെടരുത്. നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടെങ്ങാനും കേട്ടുകൊണ്ട് നന്നായിട്ട് റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പൊ അത് ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും. അപ്പോഴേക്കും നമ്മുടെ ഫേസിൽ ഇത് നല്ല രീതിയിൽ അങ്ങ് അബ്സോർവ് ആവുകയും നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് കാരണമാവുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും അറിയാൻ പറ്റുന്നത്. കാരണം ചുമയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഫേസിലൊക്കെ ഓരോന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറെ സമയമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചുമയൊക്കെ കൂടാൻ കാരണമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരുപാട് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് ചുമയൊക്കെ. പിന്നെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. പിന്നെ ഞാൻ നമുക്ക് തട്ടിക്കൂട്ട് പച്ചമരുന്ന് കൂട്ടുകളൊക്കെ ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് തേക്കുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി തേക്കണം. കാരണം കഴുത്തിലും കണ്ണിന്റെ സൈഡിലും ഒക്കെയാണ് പെട്ടെന്ന് നമുക്ക് ചുളിവുകൾ വരുന്നത്. പ്രായം കൂടുന്നു എന്ന് തോന്നിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് നമുക്ക് കണ്ണിന്റെ താഴ്വശവും അതുപോലെ കഴുത്തും എന്ന് പറയുന്നത്. ഈ 2 ഭാഗത്തും പെട്ടെന്ന് ചുളിവുകൾ വരും. അപ്പൊ അവിടെ 2 നല്ല രീതിയിൽ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലായാലും അടിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയായാലും നല്ല രീതിയിൽ പതഞ്ഞു കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. കൊണ്ട് നല്ല സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു കയറി വരും, നല്ല പതയായിട്ട് വരും. നമുക്ക് ഒരുപാട് തേക്കാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കാണും. ഇത് നമുക്ക് ഇങ്ങനെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു 10-15 മിനിറ്റ്, ഞാനിപ്പോ കുറച്ച് സമയം മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നമ്മുടെ ഫേസിലൊക്കെ ഇത് വെച്ചിരുന്നതിന് ശേഷം
നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വരെ ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് വരെയൊക്കെ എന്തായാലും വെച്ചിരിക്കണം. കാര്യമൊന്നും പറയരുത്. ആ സമയത്ത് 20 മിനിറ്റിന് ശേഷം വേണം വാഷ് ചെയ്യാൻ. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കുന്നുള്ളൂ. വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. എല്ലാം നല്ല രീതിയിൽ ഞാനൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ? നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു 2-3 മാസമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചുളിവുകളൊക്കെ മാറുന്നതിന്, നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന്, നല്ല ചെറുപ്പമായിട്ട് ഇരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.